ഇന്ത്യൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ടുള്ള വീർദാസിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഏറ്റവും പുതിയ ഹിന്ദി സിനിമയായിട്ടുള്ള ഹാപ്പി പട്ടേൽ ഖത്തർനാക് ജാസൂസ്. സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഈ പടത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ പലർക്കും അതിന്റെ ഒരു സെൻസിബിലിറ്റി കണ്ടപ്പോൾ 2011 ഇറങ്ങിയ വീർദാസ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഡൽഹി ബെല്ലി എന്ന സിനിമ ഓർമ്മ വന്നിരുന്നു. ഹാപ്പി പട്ടേലിലേക്ക് വരുമ്പോൾ പടത്തിന്റെ പ്ലോട്ട് വളരെ സില്ലിയാണ്, പക്ഷെ അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്. കുറച്ചു കാലമായിട്ട് ഹിന്ദി സിനിമകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ക്ലീഷകളെ പറ്റിയിട്ട് ഓഡിയൻസുമായിട്ട് ഒരു ഫണ്ണായിട്ടുള്ള കോൺവെർസേഷൻ നടത്തുക എന്ന രീതിയിലാണ് പടം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് ഉള്ള പടമൊന്നും അല്ല ഹാപ്പി പട്ടേൽ. പക്ഷേ ഡയലോഗ് ഹ്യൂമറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്ന ഒരുപാട് മൊമെന്റുകൾ സൃഷ്ടിക്കാൻ ഈ പടത്തിന് പറ്റുന്നുണ്ട്. പണ്ട് ഡൽഹി ബെല്ലിയും ഗോവ ഗോണും ഒക്കെ കണ്ട ഒരു വൈബ് എവിടെയോ കിട്ടുന്നുണ്ട്. ലണ്ടനിലുള്ള 2 അച്ഛന്മാർ വളർത്തുന്ന മകനാണ് നമ്മുടെ നായകനായിട്ടുള്ള ഹാപ്പി. ഹാപ്പിയുടെ ഇന്ത്യൻ ഒറിജിനെ പറ്റി അവൻ്റെ അച്ഛന്മാർ അവനോട് പറഞ്ഞിട്ടില്ല. അച്ഛന്മാർ രണ്ടുപേരും സീക്രട്ട് ഏജന്റുകളായതുകൊണ്ട് ഹാപ്പിക്കും അങ്ങനെയൊക്കെ ആകണമെന്നുണ്ട്. നിർഭാഗ്യവശാൽ എല്ലാ തവണയും ആ ശ്രമത്തിൽ പുള്ളി പരാജയപ്പെടുകയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു എക്സ്ട്രാക്ഷൻ മിഷൻ നടത്താൻ ബ്രിട്ടീഷ് ചാരസംഘടനയ്ക്ക് ഹാപ്പിയെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരുടെ ലിസ്റ്റ് നോക്കിയാൽ അതിൽ ഇന്ന് ഏറ്റവും മുകളിലുള്ള ആൾ തന്നെയാണ് വീർദാസ്. സ്റ്റാൻഡപ്പിൽ തന്നെയുള്ള ക്ലീഷകളെ എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന് പുള്ളിക്കറിയാം. അതുപോലെ പൊളിറ്റിക്കൽ ജോക്കുകളെ എങ്ങനെ പാക്കേജ് ചെയ്യണമെന്ന് പുള്ളിക്കറിയാം. അതുപോലെ സ്വയം പരിഹസിക്കുന്നതും ഏത് രീതിയിൽ ക്രാക്ക് ചെയ്യണമെന്ന് വീർദാസിന് നല്ലൊരു ധാരണയുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കോമഡി സെറ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിനെ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ട്രെയ്റ്റുകൾ വീർദാസും അമോക് രണദീവയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പടത്തിന്റെ ലോജിക്കിന്റെ ഒരു സോൺ എന്താണെന്ന് തുടക്കത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പടത്തിന് സാധിക്കുന്നുണ്ട്. വീട്ടുജോലിക്ക് വരുന്ന സ്ത്രീ ഒരു ഫൈറ്റ് നിർത്തിക്കുന്നത് കാണിക്കുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് പടത്തിന്റെ ഒരു ടോൺ മനസ്സിലാകും. അതിനുശേഷം ഡയലോഗ് ഹ്യൂമറിന്റെ കെട്ടഴിച്ച് വിടുകയാണ് പടം ചെയ്യുന്നത്. കഥയിലേക്ക് ഒരുപാട് ശ്രദ്ധ പോവാതെ സീനുകളിലെ ഹ്യൂമറിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുവരാൻ മേക്കിങ്ങിന് സാധിക്കുന്നുണ്ട്. ഈ ഹൗസ്ഫുൾ, മസ്തി മുതലായ സിനിമകൾ വൾഗറായിട്ടുള്ള ഡയലോഗ് ഹ്യൂമറിലേക്ക് പോകുമ്പോൾ അതെല്ലാം എഴുതുന്നവർ ന്യായീകരിക്കുന്ന കാര്യം ഇതിനെയൊന്നും വലിയ സീരിയസ് ആയിട്ട് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. സീരിയസ് ആയിട്ട് കാണണ്ടാത്ത സില്ലി ആയിട്ടുള്ള നല്ല തമാശകൾ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് ഹാപ്പി പട്ടേൽ എന്ന ഈ പടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആമിർ ഖാനും സൽമാൻ ഖാനും ഒന്നിച്ച അന്താസ് അപ്ന അപ്നയിലും പിന്നീട് ഗോവ ഗോണിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള തരം ഹ്യൂമർ ഇവിടെ കാണാൻ സാധിക്കും. സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷനാണ് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ ഈ സിനിമയെ സഹായിക്കുന്നത്. ചില സ്ഥലത്ത് റേഡിയോ അനൗൺസ്മെന്റ് പോലെ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള രീതിയിൽ അവർ അത് പറയുന്നുണ്ട്. പിന്നെ വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നായകൻ വില്ലൻ ടൈപ്പ് ഫൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളതൊക്കെ കുക്കിംഗ് ഉപയോഗിച്ചിട്ടാണ്. ഒരു സീനിനെ അമിതമായിട്ട് ഇംപ്രവൈസ് ചെയ്യുന്ന പരിപാടിയാണ് അവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ആ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഓവറായി പോകാറാണ് പതിവ്. എന്നാൽ ഈ പടത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഓവർ ആണെങ്കിലും ആ സീനുകളുടെ കൊറിയോഗ്രാഫി ആസ്വദിക്കാൻ സാധിച്ചു, പ്രത്യേകിച്ച് 2ാം പകുതിയിൽ. ബ്രിട്ടീഷ് ആക്സന്റ് കലർന്ന ഹിന്ദിയും കൊണ്ട് വീർദാസ് പ്രേക്ഷകരെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. വാക്കുകളുടെ തെറ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ സാമാന്യം നല്ലപോലെ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കാൻ അറിയാത്ത കത്രീന കൈഫ് എന്ന സ്പൂഫ് പടം നായികയായിട്ടാണ് ഇതിൽ മിഥില പൽക്കർ വരുന്നത്. ഗീത് എന്ന സിക്കുകാരൻ സഹായിയായിട്ട് ഷാരിബ് ഹാഷ്മി നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. സൃഷ്ടി തവാഡെയും ഏൽപ്പിച്ച കഥാപാത്രത്തെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. മോണ സിംഗിന് ഒരുപക്ഷെ പുള്ളിക്കാരി ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്ത തരം ഒരു വില്ലത്തി കഥാപാത്രത്തെയാണ് പടത്തിൽ കിട്ടിയിട്ടുള്ളത്. ആമിർ ഖാൻ അവതരിപ്പിച്ച ക്യാമിയോ രസകരമായിരുന്നു. എന്നാൽ ഇമ്രാൻ ഖാനെ ഇതിലേക്ക് കൊണ്ടുവന്നത് ചുമ്മാ ഒരു ഡൽഹി ബെല്ലി മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ ഉദാത്തമായ ഐഡിയ ആണ് ഈ പടത്തിൻ്റെത് എന്നൊന്നും പറയാൻ പറ്റില്ല. ജെയിംസ് ബോണ്ട് സിനിമകളെ രസകരമായിട്ട് പരിഹസിച്ച ജോണി ഇംഗ്ലീഷ് ഒക്കെ ഇതേ സ്വഭാവത്തിലുള്ള സിനിമയാണ്. എന്നാൽ അങ്ങനെ ഒരു കഥയെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എലമെന്റുകളും സ്പൂഫ് സാധനങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് നല്ല രീതിയിൽ പറിച്ചു നടാൻ വീർദാസിനും കവിശാസ്ത്രിക്കും സാധിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡൽഹി ബെല്ലി, ഗോവ ഗോൺ മുതലായ സിനിമകൾ ആസ്വദിച്ചിട്ടുള്ള കുറച്ചു കാലമായിട്ട് അത്തരത്തിലുള്ള സിനിമകൾ സ്ക്രീനിൽ കാണുന്നത് മിസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു വിഷമം ഒരു നല്ല പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന പടമാണ് ഹാപ്പി പട്ടേൽ ഖത്തർനാക് ജാസൂസ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്